അതെ, നിങ്ങൾ മനുവിനെ വെച്ച് കാര്യം പറ. ഈ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിന് മുമ്പേ ഇവിടെ ഒന്ന് വരട്ടെ. ഇവിടെ വന്ന് കാര്യങ്ങൾ ചോദിക്കണമല്ലോ. ആരോട്? നിത്യോട്. നമ്മുടെയൊക്കെ മുന്നിൽ പിടിച്ചു നിന്നാലും പോലീസുകാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കുഞ്ഞിനെന്തെങ്കിലും ചെയ്തതാണെങ്കിലേ അവള് പറയും. ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നിത്യം നിങ്ങൾക്കറിയില്ലായിരിക്കാം, എനിക്ക് നന്നായിട്ട് അറിയാം എന്റെ മോളെ. എന്റെ സുജാതെ, ഈ പത്രത്തിലും ടിവിയിലൊക്കെ വരുന്ന വാർത്ത കണ്ടിട്ടില്ലേ? എന്തെങ്കിലുമൊക്കെ സംഭവം വരുമ്പോ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആ പരിസരത്തുണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും വൈകുന്നേരം കുറ്റവാളിയായി മാറുന്നത്. അതെ, എവിടെയെങ്കിലും വായിക്കാൻ കേട്ടതുമായ അറിവ് വെച്ച് നിത്യയെ വെറുതെ വിലയിരുത്തണ്ട. അവള് ചെയ്ത ഒരേ ഒരു തെറ്റ് ആ കുഞ്ഞിനെ ജീവന്റെ ജീവനായി സ്നേഹിച്ചു എന്നത് മാത്രം. നിങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടപ്പോ അവനെ പിരിയാനുള്ള തീരുമാനം അവള് തന്നെയാണ് എടുത്തത്. ഓ, അത് വലിയ പുണ്യായി പോയി. എന്റെ മകൻ ചെയ്തതിന് ഒരു വിലയില്ലേ? ഒന്നുമില്ലെങ്കിലും 5-6 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെ മോളെ തേടി വന്നില്ലേ? என்னம்மா சொல்ற? தேடி வந்தேன்னு சொன்னேன். அப்ப മനസ്സറിഞ്ഞതൊന്നും തെറ്റില്ല. ഇതാരൊക്കെയാ നിനക്ക് വേണ്ടി സംസാരിക്കുന്നേ? കുടുംബക്കാര് സംസാരിക്കുമ്പോ ആവശ്യമില്ലാത്തൊരു വലിഞ്ഞു കേറണ്ട. ദമയന്തി, ഇവരൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ്, എന്റെ മക്കള് തന്നെയാ. ആദ്യ മോനെ കാണാത്ത വിഷമം എല്ലാവർക്കും ഉണ്ട്. അതിന്റെ പേരിൽ ഇത്തരം സംസാരമൊന്നും വേണ്ട. ആൻറ്റി പ്ലീസ്, ഇപ്പം ഈ ഹോസ്പിറ്റലിൽ വെച്ചൊരു സംസാരം ഉണ്ടാവുന്നത് നല്ലതല്ല. ഇതിപ്പോ ഒരു മനുഷ്യത്വത്തിന്റെ പ്രശ്നം. അകത്ത് ഇതൊക്കെ കേട്ട് തളർന്നു പോകുന്ന ഒരാളുണ്ടോ? അത് പലർക്കും മനസ്സിലാവില്ല ഹരി. ബന്ധങ്ങൾ കണക്ക് ചോദിക്കാൻ മാത്രമാണെന്ന് വിശ്വസിച്ചാൽ ജ്യോതി പറഞ്ഞതൊന്നും മോള് കാര്യമാക്കണ്ട. പറഞ്ഞോട്ടെ അമ്മ, അവനുടെ വിഷമം അവള് നമ്മളോടല്ലാതെ വേറെ ആരോടെ പറയുന്ന? വിഷമം പറഞ്ഞോട്ടെ, പക്ഷെ അതിന് മോളെ പറയുന്ന എന്തിനാ? എല്ലാവർക്കും സംശയം എന്നെയല്ലേ അമ്മ? അമ്മയ്ക്ക് അങ്ങനെ സംശയമില്ല മോളെ. ഇതിനു മുൻപും പരീക്ഷണങ്ങളിൽ ഒരുപാട് പെട്ടില്ലേ? അന്നൊക്കെ ചത്ത് ചതഞ്ഞു കിടന്നെങ്കിലും അതിൽ നിന്നൊക്കെ ഈശ്വരൻ നമ്മളെ ജീവിപ്പിച്ചിട്ടില്ലേ? ഇതിനൊരു പരിഹാരം ഉണ്ടാവും മോളെ. ഹലോ അമ്മാവ. ആ എടാ, നീ ഹോസ്പിറ്റലിൽ തന്നെ ഇല്ലേ? ഉണ്ട്. ആ നിത്യക്കിപ്പോ എങ്ങനെയുണ്ട്? നിത്യ സംസാരിക്കുന്നുണ്ട്, പക്ഷെ കരച്ചില്ല. എടാ പിന്നെ കൊച്ചിന്റെ കാര്യം എന്തുവായി? പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം മനു ഉണ്ട്. അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ മനുവാ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓ ഓ അല്ല മക്കളെ, എന്തുവായിരിക്കും ശരിക്കും സംഭവിച്ചിരിക്കുക? അറിയില്ല അമ്മാവ. ജ്യോതിയുടെ കൂടെ പോയേ പറ്റുമെന്ന് നിത്യ ആദ്യ മോനോട് പറഞ്ഞിരുന്നു. ഇനി അതിന്റെ സങ്കടത്തിലെങ്ങാനും അവൻ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയതാണോന്നും അറിയില്ല. എന്തൊക്കെയായി പിള്ളേർ കാണിച്ചു കൂട്ടണേ? മക്കളെ, നിസ്സാര പ്രശ്നമാണോ ഇത്? മനുവിന്റെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഉണ്ട്.
അവര് മാറി മാറി നിത്യയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. ഛോ, അവരാരും ഒരു കനിവും കാണിക്കുന്നില്ല. ആ ജ്യോതി പോലും. ഹ, എടാ അവർക്കൊക്കെ എന്തറിയാം? അവര് നോക്കുമ്പോ നിത്യ ആ കുടുംബമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരു വ്യക്തി അല്ലേ? അതിന്റെ യാഥാർത്ഥ്യം കണ്ടറിഞ്ഞവർക്കല്ലേ അറിയാൻ പറ്റൂ. കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നതിന് മുമ്പ് നിത്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുന്ന പേടിക്കേണ്ടത്. ഛോ, പ്രത്യേകിച്ച് ആ മനുവിന്റെ അമ്മ. ഫുഫ്, അവരുടെ സംസാരം കേൾക്കുമ്പോ തന്നെ ദേഷ്യം വരും. ആ, എടാ, നീ അതിനിടെ കയറി ഒന്നും പറയാനൊന്നും നിൽക്കണ്ട കേട്ടാ. അവരും അവരുടെ ബന്ധു വീട്ടുകാരും തമ്മിലുള്ള പ്രശ്നമായത്. പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇടപെട്ടാല് ചിലപ്പോ അവര് വന്ന് ചോദ്യം ചെയ്തേക്കും. ഞാനതിനെ ശ്രദ്ധിച്ചേ സംസാരിക്കുന്നുള്ളൂ. അവരുടെ രീതികൾ വെച്ച് ഒന്നിച്ചു പോവാനും ബുദ്ധിമുട്ടാണ്. നേരം പോകുന്നോറും കാര്യങ്ങൾ വയലന്റായിക്കൊണ്ടിരിക്കുക. അല്ല, അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടാ. ആ, നിങ്ങളാണ് മനുവിന്റെ വീട്ടിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്? അല്ല, ആ, ആ, ഞങ്ങളാരും അവനെ തിരിച്ചു കിട്ടുന്നത് വരെ വീട്ടിലാരും അറിയണ്ടെന്നാ തീരുമാനിച്ചിരുന്നത്. ആ, അല്ലടാ, പിന്നെ എങ്ങനെയാ ഈ കാര്യം അവരറിഞ്ഞത്? അല്ല, ഇപ്പോ നിങ്ങൾ ആരും അറിയിക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടും ഇക്കാര്യം വേറൊരാള് വിളിച്ച് അറിയിക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇക്കാര്യം പുറത്തറിയിക്കണം എന്നുള്ള ഉദ്ദേശമുള്ളതുകൊണ്ടല്ലേ